പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ഒരു അത്ഭുതം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമെന്ന വിശേഷണമാണ് ഈ ക്ഷേത്രത്തെ ലോകശ്രദ്ധയിലെത്തിച്ചത്. സ്വർണം, വജ്രങ്ങൾ, അമൂല്യമായ നാണയങ്ങൾ, രാജവംശങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമ്പത്ത്, ഇവയെല്ലാം ചേർന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ നിധിശേഖരങ്ങളിലൊന്നായി മാറിയത്. പക്ഷേ ഒരു ചോദ്യം, ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ശരിക്കും ആ സ്വർണമാണോ? അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന മറ്റൊരു നിധിയുണ്ടോ? ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും കഥയല്ല. പകരം കല്ലുകളിൽ കൊത്തിവെച്ച ശാസ്ത്രത്തിന്റെ കഥയാണ്. നക്ഷത്രങ്ങളുമായി സംസാരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ കഥ. ഭൂമിയുടെ ചലനങ്ങളെയും സൂര്യന്റെ യാത്രയെയും അളക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കാമെന്ന് ചില ഗവേഷകർ കരുതുന്ന ഒരു അത്ഭുത നിർമ്മിതിയുടെ കഥ. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യ ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളുടെ കഥ. 2011 സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ക്ഷേത്രത്തിലെ ചില നിലവറകൾ തുറക്കപ്പെട്ടപ്പോൾ ലോകം ഞെട്ടിപ്പോയി. നൂറ്റാണ്ടുകളായി ശേഖരിക്കപ്പെട്ട അമൂല്യനിധികൾ, സ്വർണവിഗ്രഹങ്ങൾ, അപരിമിതമായ ആഭരണങ്ങൾ, പുരാതന നാണയങ്ങൾ. അന്ന് ലോകമാധ്യമങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചത് ആ സ്വർണ്ണ ഭണ്ഡാരങ്ങളിലേക്കായിരുന്നു. എന്നാൽ അതേസമയം മറ്റൊരു കാര്യം ആരും ശ്രദ്ധിച്ചില്ല: ആ നിധികളെ സൂക്ഷിക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണ രഹസ്യം. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്തരത്തിൽ രൂപകൽപ്പന ചെയ്തത്? എന്തുകൊണ്ടാണ് ഓരോ ഭാഗവും അത്ര കൃത്യതയോടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഇത് വെറുമൊരു ആരാധനാലയം മാത്രമായിരുന്നോ? അല്ലെങ്കിൽ ഒരു മഹത്തായ ശാസ്ത്രീയ ഉപകരണം കൂടിയായിരുന്നോ? ക്ഷേത്രത്തിന്റെ കിഴക്കൻ ഗോപുരം നോക്കൂ. ഏകദേശം 100 അടി ഉയരത്തിൽ ആകാശത്തെ തൊടുന്ന ആ ഭീമൻ നിർമ്മിതി. സാധാരണ കണ്ണുകൾക്ക് അത് മനോഹരമായൊരു ഗോപുരം മാത്രമാണ്. പക്ഷേ പുരാതന ജ്യോതിശാസ്ത്രത്തെ പഠിക്കുന്ന ചില ഗവേഷകർ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഈ ഗോപുരം ഒരു ഭീമൻ സൂര്യഘടികാരമായിരിക്കാം. വർഷത്തിൽ 2 ദിവസങ്ങൾ, വസന്തകാല വിഷുവും ശരത്കാല വിഷുവും. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. സൂര്യൻ ഖഗോളമധ്യരേഖ കടന്നുപോകുമ്പോൾ രാവും പകലും തുല്യമായി വരുന്ന ജ്യോതിശാസ്ത്രപരമായ പ്രതിഭാസമാണ് വിഷു. ഇതടിസ്ഥാനമാക്കി വർഷത്തിൽ 2 തവണ വിഷു വരുന്നു. അത്തരം ദിവസങ്ങളിൽ സൂര്യൻ കൃത്യമായി കിഴക്കുഭാഗത്ത് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അത്തരം ദിവസങ്ങളിൽ അസ്തമയ സൂര്യന്റെ പ്രകാശം ഗോപുരത്തിലെ ചില ജനലുകളിലൂടെ പ്രത്യേക രീതിയിൽ കടന്നുപോകുന്നുവെന്ന് ചില നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ജനലിൽ പ്രത്യക്ഷപ്പെടുന്ന സൂര്യൻ അല്പസമയത്തിനു ശേഷം മറഞ്ഞുപോകുന്നു. പിന്നീട് അടുത്ത ജനലിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു ക്രമത്തിൽ. ഇത് വെറും യാദൃച്ഛികതയാണോ? അല്ലെങ്കിൽ മുൻകൂട്ടി കണക്കുകൂട്ടി നിർമ്മിച്ച ഒരു ജ്യോതിശാസ്ത്ര സംവിധാനമാണോ? ഇവിടെയാണ് കഥ കൂടുതൽ കൗതുകകരമാകുന്നത്. പുരാതന ഇന്ത്യൻ വാസ്തുശില്പികൾക്ക് ഭൂമിശാസ്ത്രപരമായ ദിശകൾ കണ്ടെത്താനുള്ള അത്ഭുതകരമായ രീതികളുണ്ടായിരുന്നു. കാന്തിക കോമ്പസ് ഉപയോഗിക്കാതെ, ആധുനിക GPS ഇല്ലാതെ അവർ സൂര്യന്റെ നിഴൽ ഉപയോഗിച്ചു. ഒരു നേർത്ത കമ്പി, ഒരു വൃത്തം, നിഴലിന്റെ ചലനം, ഇത്രമാത്രം ഉപയോഗിച്ച് കൃത്യമായ കിഴക്ക് പടിഞ്ഞാറ് രേഖ നിർണ്ണയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ശാസ്ത്രജ്ഞർ പോലും അംഗീകരിക്കുന്ന രീതികളിലൊന്നാണത്. അതുകൊണ്ടുതന്നെ ഗോപുരത്തിന്റെ കൃത്യമായ വിന്യാസം യാദൃച്ഛികമല്ലെന്ന സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷെ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഗോപുരമല്ല, അതിന്റെ നീണ്ട കൽനിരകളാണ്. ശ്രീബലിപുര, നൂറുകണക്കിന് കൽത്തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ആ വിശാലമായ നടപ്പാത. ചില ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വിചിത്രമായ കാര്യമാണ്.
ഈ തൂണുകളുടെ എണ്ണം സൗരവർഷവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് അവരുടെ സിദ്ധാന്തം. ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റാനെടുക്കുന്ന സമയം 365.24 ദിവസം. പുരാതന സംസ്കാരങ്ങൾ വർഷങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു സംഖ്യ. ഈ സംഖ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? അതിന് ഉറച്ച തെളിവുകൾ ഇപ്പോഴും ലഭ്യമല്ല. പക്ഷേ ആ ആശയം തന്നെ അതിശയകരമാണ്. കാരണം അത് സത്യമാണെങ്കിൽ ക്ഷേത്രം ഒരു കലണ്ടറായും പ്രവർത്തിക്കുന്നുവെന്നർത്ഥം. കല്ലിൽ നിർമ്മിച്ച ഒരു കലണ്ടർ. ഇനി മറ്റൊരത്ഭുതത്തിലേക്ക് പോകാം. ഒറ്റക്കൽ മണ്ഡപം, ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളിലൊന്ന്. ഒരു വലിയ ഗ്രാനൈറ്റ് ശിലയിൽ നിന്ന് നിർമ്മിച്ച ഈ മണ്ഡപം വെറും ആചാരപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണോ? അല്ലെങ്കിൽ അതിനു മറ്റൊരു ദൗത്യവുമുണ്ടായിരുന്നോ? ഗ്രാനൈറ്റ് വളരെ സ്ഥിരതയുള്ള വസ്തുവാണ്. കുലുക്കങ്ങളെയും ചെറുകിട ഭൂചലനങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ളത്. അതുകൊണ്ടുതന്നെ ചില ഗവേഷകർ കരുതുന്നത് ഈ ഭീമൻ ശില ക്ഷേത്രത്തിന്റെ കേന്ദ്രഭാഗത്തെ സ്ഥിരതയോടെ നിലനിർത്താൻ സഹായിച്ചിരിക്കാം. ഇത് സത്യമാണെങ്കിൽ പുരാതന നിർമ്മാതാക്കൾ ശില്പകല മാത്രമല്ല ഭൂവിജ്ഞാനവും മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഏറ്റവും വലിയ രഹസ്യം ഇപ്പോഴും തുറന്നിട്ടില്ല. നിലവറ ബി, ലോകമെമ്പാടുമുള്ള ആളുകളുടെ കൗതുകമുണർത്തിയ ആ അടഞ്ഞ വാതിൽ. നാഗബന്ധം കൊത്തിയ വാതിലുകൾ, പുരാണകഥകൾ, അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ. നൂറ്റാണ്ടുകളായി ഈ നിലവറ അടഞ്ഞുകിടക്കുന്നു. അതിനുള്ളിൽ എന്താണുള്ളത് ആർക്കും അറിയില്ല. എന്നാൽ ചില പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ അടിഭാഗം പഠിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഭൂതല തുളച്ചുകയറുന്ന റഡാർ, ലേസർ സ്കാനിംഗ്, മറ്റു നാശനഷ്ടമില്ലാത്ത പഠനരീതികൾ. ഇവ ചില ഘടനാപരമായ വിവരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും നിലവറ ബിയുടെ യഥാർത്ഥ രഹസ്യം ഇന്നും അജ്ഞാതമാണ്. അതുകൊണ്ടുതന്നെ അതിന്നും ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ അടഞ്ഞ വാതിലുകളിലൊന്നാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു സിദ്ധാന്തം നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സിറിയസ്, രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം. പുരാതന സംസ്കാരങ്ങൾ പലതും സിറിയസിന് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. ഈജിപ്തുകാർ, മെസപ്പൊട്ടേമിയക്കാർ, ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പാരമ്പര്യവുമൊക്കെ. ചില ഗവേഷകർ പറയുന്നത് ക്ഷേത്രത്തിന്റെ ചില ദിശാവിന്യാസങ്ങൾ സിറിയസിന്റെ ഉദയവുമായി ബന്ധപ്പെടുന്നുണ്ടാകാമെന്നാണ്. ഇതിപ്പോഴും ഗവേഷണ വിഷയമാണ്. എന്നാൽ അത്തരമൊരു ബന്ധം തെളിയിക്കപ്പെടുകയാണെങ്കിൽ ക്ഷേത്രം വെറും സൗരനിരീക്ഷണ കേന്ദ്രമല്ല, നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്ന സംവിധാനവുമാകും. ഇനി ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിലേക്ക് നോക്കാം. കുലശേഖര മണ്ഡപം, സംഗീതം പുറപ്പെടുവിക്കുന്ന തൂണുകൾ, ഇന്ത്യൻ ശില്പകലയുടെ അത്ഭുതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന നിർമ്മിതി. പക്ഷെ ചിലർ ഇതിൽ മറ്റൊരർത്ഥവും കാണുന്നു. വേദജ്യോതിശാസ്ത്രത്തിലെ 27 അല്ലെങ്കിൽ 28 നക്ഷത്രമണ്ഡലങ്ങൾ, നക്ഷത്രചക്രങ്ങൾ, ചന്ദ്രന്റെ മാസചക്രം, ഇവയെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ മണ്ഡപം രൂപകൽപ്പന ചെയ്തിരിക്കാമെന്നാണ് ചിലരുടെ വാദം. ഇതിന് വ്യക്തമായ തെളിവുകൾ ഇപ്പോഴും ലഭ്യമല്ല. എങ്കിലും ആ ആശയം ക്ഷേത്രത്തെ പുതിയ കണ്ണുകളിലൂടെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇനി പ്രധാന വിഗ്രഹത്തിലേക്ക് നോക്കാം. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണു. ആദിശേഷന്റെ മേൽ യോഗനിദ്രയിൽ കിടക്കുന്ന രൂപം. ആത്മീയമായി ഇത് സൃഷ്ടിയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണ്. പക്ഷേ ചില ആധുനിക വ്യാഖ്യാനങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ മന്ദഗതിയിലുള്ള മാറ്റം, പ്രിസിഷൻ ഓഫ് ദി ഈക്വിനോക്സസ്. ഏകദേശം 26,000 വർഷം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു മഹാചക്രം. ആദിശേഷൻ, അനന്തമായ ആകാശ പശ്ചാത്തലം. വിഷ്ണു, കാലചക്രത്തിന്റെ സംരക്ഷകൻ. താമര, ഒരു പുതിയ യുഗത്തിന്റെ ജനനം. ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട വ്യാഖ്യാനമല്ല, എന്നാൽ അതിന്റെ സൗന്ദര്യം നിഷേധിക്കാനാവില്ല. ഒരു നിമിഷം ചിന്തിക്കൂ. ഇന്ന് നമ്മൾ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്നു, GPS ഉപയോഗിക്കുന്നു,
സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഭൂമിയെ അളക്കുന്നു. പക്ഷേ നൂറുകണക്കിനു വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ഉപകരണങ്ങളില്ലാതെ ആകാശത്തെ മാത്രം നിരീക്ഷിച്ച് മനുഷ്യർ എത്രമാത്രം അറിവ് നേടിയിരുന്നു. അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, ഒരു സാംസ്കാരിക രേഖയാണ്, ഒരു ഗണിത പുസ്തകമാണ്, ഒരു ശാസ്ത്രീയ ചോദ്യമാണ്, ഒരു ചരിത്ര പസിലാണ്. ഒരുപക്ഷേ ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രവുമാകാം. ലോകമിന്നും നിലവറ ബിയുടെ പിന്നിലെ നിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഒരുപക്ഷേ യഥാർത്ഥ നിധി ആ വാതിലുകൾക്കുള്ളിലല്ല, അത് പുറത്താണ്. ഗോപുരത്തിന്റെ നിഴലുകളിൽ, കൽത്തൂണുകളുടെ ക്രമത്തിൽ, ക്ഷേത്രത്തിന്റെ ദിശാവിന്യാസത്തിൽ, ആകാശവുമായി സംസാരിക്കുന്ന അതിന്റെ ശില്പകലയിൽ. കാരണം സ്വർണം മോഷ്ടിക്കപ്പെടാം, രത്നങ്ങൾ നഷ്ടപ്പെടാം, സമ്പത്ത് നശിക്കാം. പക്ഷേ അറിവ്, ശാസ്ത്രം, മനുഷ്യബുദ്ധിയുടെ സൃഷ്ടികരമായ ശക്തി, അവ കാലത്തെ അതിജീവിക്കും. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം സ്വർണമല്ലെന്ന് ചിലർ പറയുന്നത്. അത് മനുഷ്യന്റെ ജ്ഞാനമാണ്. കല്ലിൽ കൊത്തിവെച്ച ജ്ഞാനം, നക്ഷത്രങ്ങളിൽ നിന്ന് പഠിച്ച ജ്ഞാനം, കാലത്തെ അളക്കാൻ ശ്രമിച്ച ജ്ഞാനം. ഇന്നും ആകാശത്തിലേക്ക് നോക്കി നിശബ്ദമായി ബ്രഹ്മാണ്ടത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനം. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ അത്ഭുതം. ഇതാണ് കല്ലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആകാശത്തിന്റെ രഹസ്യം.